നമ്മൾ പഠിക്കുന്ന അള്ളാഹുവിൻ്റെ നാമം വിശുദ്ധ ഖുർആനിൽ മാത്രം 2000-ലധികം സ്ഥലങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഇസ്മുല്ലാഹിൽ അഅ്ളമിൽ തന്നെ ഏറ്റവും മഹത്വമുള്ള അള്ളാഹ് എന്ന് പറയുന്ന ജലാലത്തിൻ്റെ ഇസ്മാണ്. അള്ളാഹു ആരാണ് എന്ന് ചോദിച്ചാൽ വഹുവല്ലദീ യുഅല്ലിഹുഹു വയഅ്ബുദുഹു കുല്ലുൽ മഖ്ലൂഖാത്ത്, മുഴുവൻ പടപ്പുകളും ആരാധ്യനായി കാണുന്ന ശക്തി ആരാണോ അവനാണ് അള്ളാഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അല്ലാഹു ദുൽ ഉലൂഹിയ്യതി വൽ ഉബൂദിയ്യതി അലാ ഖൽഖിഹി അജ്മഈൻ, മുഴുവൻ പടപ്പുകളുടെ മേലും ആരാധ്യതയുള്ളത് ആർക്കാണോ അവനാകുന്നു അള്ളാഹു. മലയാളത്തിൽ നമ്മൾ സാക്ഷാൽ ദൈവം, യഥാർത്ഥ നാഥൻ എന്നൊക്കെ അതിനർത്ഥം പറയാറുണ്ട്. അള്ളാഹു ആരാണ് എന്ന ചോദ്യം ഖുർആനിനോട് ചോദിക്കുമ്പോൾ ഖുർആനിലെ തന്നെ ഏറ്റവും മഹത്വമുള്ള ആയത്താണല്ലോ ആയത്തുൽ കുർസി. അഅ്ളമു ആയ എന്നാണ് ആ വചനം അറിയപ്പെടുന്നത്. ആ വചനത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു ആരാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്നാണ്. അള്ളാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാറ്റിന്റെയും നിയന്താവുമാണ്. ഇന്ന് ഈ പ്രപഞ്ചത്തിൽ വിശിഷ്യ ഭൂമിയിൽ അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായി ധാരാളം ശക്തികൾ, വ്യക്തികൾ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും സാക്ഷാൽ ആരാധ്യരല്ല, വ്യർത്ഥമാണ്, ബാത്തിലാണ്. ഇന്ന റബ്ബക്കുമുള്ള, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് അള്ളയാണ്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം, ആകാശങ്ങളെയും ഭൂമിയെയും അവൻ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലായിക്കൊണ്ടാണ്. ഇവിടെ അള്ളാഹു ഖാലിഖ് എന്നൊരു നാമം കൂടി ആയത്തിൽ പറഞ്ഞു. എന്താണ് ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ? അൽ ഖാലിഖുൽ മാലിക്കുൽ മുത്തസർരിഫ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ 3 നാമങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. 1 ഖാലിഖാണ്, 2 മാലിക്കാണ്, 3 മുത്തസർരിഫാണ്. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്, അള്ളാഹു നമ്മെ ഉടമപ്പെടുത്തിയ മാലിക്കാണ്, അള്ളാഹു നമ്മുടെ കൈകാര്യകർത്തൃത്വമുള്ള മുത്തസർരിഫാണ്, അവനാകുന്നു അള്ളാഹു. ഇന്നമല്ലാഹു ഇലാഹും വാഹിദുൻ സുബ്ഹാനഹു, ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് അങ്ങനെയാണ് പറഞ്ഞത്. അള്ളാഹു നിങ്ങളുടെ മഅ്ബൂദാണ്, അവൻ നിങ്ങൾ ആരാധിക്കപ്പെടേണ്ടുന്ന ഇലാഹാണ് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ തന്നെ സൂറത്തു നിസായിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അള്ളാഹ് എന്നുള്ള പേര്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അള്ളാഹ് എന്ന പേര്, അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ടോ ആ നാമങ്ങളുടെ എല്ലാം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാമാണെന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ 2000-ലധികം സ്ഥലങ്ങളിൽ ഈ നാമം മാത്രമല്ല പറഞ്ഞത്. ഇത്രയധികം പേര് പറഞ്ഞ മറ്റൊരു പേര്, അള്ളാഹിൻ്റെ പേര് ഖുർആനിലില്ല.